ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ചക്ക സീസണിൽ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ഇന്നൊരു മൂട ഉണ്ടാക്കിയതാണ്. ചക്ക മൂട കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റിൽ ചക്ക മൂട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. ഇത് മൂട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഞാൻ പച്ചരി കുതിർത്ത് വെച്ചതാണ്. അതിനൊന്ന് കഴുകിയെടുത്ത് വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട്. അരി പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് അരി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ. ഒരു മുറി തേങ്ങ ഞാൻ പൂളിയിട്ട് ഇങ്ങനെ പൂളികളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചക്ക വരട്ടി വെച്ചതാണ്. കുറച്ച് വെല്ലം കൂടി ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അരിപ്പൊടിയിലേക്ക് കുറച്ച് ജീരകം ഇടാം. ആദ്യം ജീരകം അരച്ചെടുത്താലും മതി, പക്ഷെ ഞാനിത് മുതുമനായി തന്നെ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം നമ്മൾ തേങ്ങ കൊത്തിട്ടു. ഇനി നമ്മൾ വെല്ലം ചിരകി വെച്ച് ശർക്കര അത് ചിരകി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടു. ഇനി മധുരം ഉണ്ട് നമ്മൾ ചക്ക വരട്ടി വെച്ചതിന്. പക്ഷെ എന്നിരുന്നാലും ചെറിയൊരു മധുരം കൂടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചും കൂടി ശർക്കര വെല്ലം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. അതിൻ്റെ ഒപ്പം നമുക്ക് ചക്ക വരട്ടിയതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ചക്ക വരട്ടിയതുണ്ടല്ലോ, നല്ല നമുക്കിങ്ങനെ തിന്നുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഒന്നും ആയിട്ടാ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. അന്ന് കുട്ടികൾ വന്നപ്പോൾ ഞാൻ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിയാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് ഞാൻ ഉപ്പും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് കൈ വെച്ച് ഞെരടി ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇത് മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായി പോകും. അതുകൊണ്ടാണ് കൈ വെച്ച് നന്നായി ഞെരടി എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം നമുക്കിങ്ങനെ. എല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കുറുക്കൂട്ടിയില കഴുകി കൊണ്ടുവച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്കത് കുറച്ച് ഇട്ടിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് സെറ്റാക്കി വെക്കാം. ഞാനൊരു 5-6 മൂട ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ടുള്ളൂ. വെച്ചുകൊണ്ട് ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മൂടയെല്ലാം ഇലക്കകത്താക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അപ്പച്ചെമ്പിൻ്റെ അകത്ത് വെച്ച് ആവിയിൽ നമുക്കിതിനെ പുഴുങ്ങിയെടുക്കാം. കണ്ടില്ലേ, എല്ലാം മടക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മൂട ഇറക്കി വെച്ച് കഴിഞ്ഞു, തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എടുത്തതൊന്ന് പൊതിച്ച് നോക്കാം. ഇതിൻ്റെ ഇല എടുത്ത് കളയണ്ടേ. അപ്പോൾ നമുക്കിത് ഒന്നെടുത്തിട്ട് ഉരിഞ്ഞ് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി മൂടയായി വന്നിട്ടുണ്ട്. അത് പിന്നെ ചക്ക വരട്ടി വെച്ചത് കൊണ്ടാണ് കുറച്ച് കളറ് കൂടുതലായിട്ട് കാണുന്നത്. എന്നാലും ടേസ്റ്റെല്ലാം ഇല്ലേ, ചക്ക ഇപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്ന അതേ പോണക്കത്തെ ടേസ്റ്റാണ്. ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ചക്കയില്ല സീസണിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇല്ലാതിരിക്കുന്ന സമയത്തും ചക്കയുടെ അപ്പവും അതുപോലെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാം. ചക്കയായാലും മാങ്ങയുടെ സീസൺ സമയത്ത് നമുക്കിങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളും. എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റിലൂടെ പറയണേ. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.